സോ അഭിരാമി, വീണ്ടും ഗസ്റ്റിന്റെ സ്ഥാനത്ത് ഞാൻ പിടിച്ചിരുത്തിയിരിക്കുകയാണ് ആങ്കറിന്റെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട്. പക്ഷെ ആങ്കറിങ്ങിന്റെ ആ വിശേഷം കേൾക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കരിയർ തുടങ്ങിയത് ഒരു ആങ്കർ ആയിട്ടായിരുന്നു. സോ എങ്ങനെയുണ്ടായിരുന്നു ഒരു ആങ്കർ ആയിട്ടുള്ളൊരു ജീവിതം? എങ്ങനെയുണ്ടായിരുന്നു? ആങ്കറിങ് എന്നുള്ളൊരു ഒരു മേഖല ആരും തന്നെ കൈയടക്കാത്തൊരു കാലഘട്ടമായിരുന്നു. ഇൻഫാക്ട് കേരളത്തിലെ വൺ ഓഫ് ദ ഫസ്റ്റ് ഫ്യൂ ആങ്കേഴ്സിൽ ഒരാളാണ് ഞാൻ. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിന്റെ ഒരു രീതി, ഇപ്പൊ നേരത്തെ സ്വാസിക പറഞ്ഞില്ലേ ഇതിന്റെ ശൈലി ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞില്ലേ, അതൊന്നും ഒരു ഗൈഡ് ബുക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. സോ നമ്മൾ നമ്മുടെ രീതിയിൽ എന്തൊക്കെയോ ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കുന്നു, പ്രസന്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ബട്ട് ദാറ്റ് വാസ് ഫൺ, ഇറ്റ് വാസ് വെരി ലിബറേറ്റിംഗ്. ഒരു 15 വയസ്സുകാരിക്ക് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് എന്തും പറഞ്ഞോ എന്ന് പറഞ്ഞൊരു ലിബർട്ടി, അത് എന്നെ പോലെ ഒരാൾക്ക് എന്ത് പറഞ്ഞുള്ള ലിബർട്ടി കൊടുക്കുമ്പോഴത്തേക്കും വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. നമ്മൾ ഫാമിലിനെ കുറിച്ചിട്ട് ഇതുവരെ സംസാരിച്ചില്ല. എങ്ങനെയായിരുന്നു അഭിരാമിയുടെ മാരേജ്? അറേഞ്ച് മാരേജ് ആയിരുന്നോ, ലവ് മാരേജ് ആയിരുന്നോ? ഞങ്ങള് ഹസ്ബൻഡും ഞാനും ഒരുമിച്ച് ഹൈസ്കൂളിൽ പഠിച്ചതാണ്, ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ. ഞാൻ ആക്ച്വലി ആ സ്കൂളിൽ ഒരു ത്രീ വീക്സ് മേ ബി 4 ആഴ്ചകളൊക്കെ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് മാരുവേനസ് കോളേജിലോട്ട് ട്രാൻസ്ഫർ ആയി പോയി. ആ 4 ആഴ്ചത്തെ സൗഹൃദമാണ് തുടക്കം. അവിടെ നിന്ന് ഞങ്ങൾ സസ്റ്റെയിൻ ചെയ്തു, ആ ഫ്രണ്ട്ഷിപ്പ് സസ്റ്റെയിൻ ചെയ്തു. പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നു. ഞാൻ അമേരിക്കയിലോട്ട് പോയി, പുള്ളി പഠിക്കാനായിട്ടും ഡിഗ്രി ഒക്കെ ചെയ്യാനായിട്ടും വേറെ സ്ഥലങ്ങളിലോട്ട് പോയി, കുറച്ച് ടച്ച് വിട്ടുപോയി. പിന്നെ തിരിച്ച് പുള്ളിയുടെ ജോലി കാര്യങ്ങൾക്ക് വേണ്ടി US വന്നു. അപ്പൊ ഞാൻ അവിടെ ഡിഗ്രി ചെയ്യാണ്. അപ്പൊ പിന്നെയും സിനിമ പോലെ എവിടേക്കോ അല്ലേ? അതെ, കറക്റ്റ്. US വന്നു. പിന്നെ അവിടെ ഇപ്പൊ നിങ്ങള് പിന്നെ ഒരുമിച്ച് കാണാനും ഒക്കെ കൂടുതൽ അവസരങ്ങൾ കിട്ടി. അതെ, പിന്നെ ഫോണിൽ സംസാരിച്ചു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിസിറ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു പണ്ടത്തെ ഒരു കംഫർട്ട് ഉണ്ടല്ലോ, 14 വയസ്സിൽ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പ് അല്ലേ. അപ്പം ആ കംഫർട്ട് ഇറ്റ് ഗ്രൂ ടു സംതിങ് എൽസ്. അപ്പൊ പിന്നെ നാച്ചുറൽ ആയിട്ട് അതൊരു കല്യാണത്തിലേക്ക് വന്നു. അപ്പൊ ഒരു അഡാർ ലവ് സ്റ്റോറി തന്നെ ആയിരുന്നു. അപ്പൊ ഇപ്പൊ അദ്ദേഹം കറന്റ്ലി എവിടെയാണ്? US ബാംഗ്ലൂരാണോ? ഞങ്ങൾ എല്ലാരും ബാംഗ്ലൂരാണ്. ഒരു 1.5 വർഷം മുമ്പ് US ഒക്കെ വിട്ടിട്ട് കെട്ടിപ്പറക്കി ഞാനും രാഹുലും. കോവിഡിന്റെ സമയത്ത് തന്നെ വരണം അല്ലേ? കറക്റ്റ്. നമ്മള് രണ്ട് മാസ്കും ഫേസ് ഷീൽഡും എല്ലാം ഇട്ടിട്ടാണ് വന്നേ. നമ്മുടെ കൂടെ പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. പട്ടിക്കുട്ടി എന്ത് ബ്രീഡാ? അവളൊരു ഹസ്കി മിക്സ് ആണ്. അവിടത്തെ ഒരു ഷെൽട്ടറിൽ നിന്ന് അവളെ അഡോപ്റ്റ് ചെയ്തതാണ്. അവളുടെ പേരെന്താ? മാംഗോ. അടിപൊളി. സോ രാഹുലും മാംഗോയും ഞാനും കൂടെ പ്ലെയിനിൽ കയറി ഇങ്ങ് പോന്നു. ഇപ്പൊ എല്ലാരും ബാംഗ്ലൂരിലാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതെ, ശരി. അപ്പൊ ഈ പ്ലെയിനിൽ കയറി ഇങ്ങോട്ട് വരണ കാര്യം പറഞ്ഞു. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോയത് മലയാള സിനിമയിലൊക്കെ കത്തി നിന്നൊരു സമയത്താണല്ലോ, തമിഴും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അങ്ങോട്ട് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നത് വീണ്ടും ഈ ആഗ്രഹം മനസ്സിൽ വന്നതുകൊണ്ടാണ്. എന്താണ് അങ്ങോട്ട് പോകാൻ റീസൺ? എനിക്ക് തോന്നുന്നു ഒരു എപ്പോഴും ഒരു പ്ലാൻ ബി വേണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ഇതിപ്പം എത്ര നാൾ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, എത്ര നാൾ നമുക്ക് ഓഫേഴ്സ് വരും, എത്ര നാൾ നമുക്ക് ഈ കത്തി നിൽക്കാൻ പറ്റും എന്നുള്ളത് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു ഫീൽഡാണ്. സോ ആ ഒരു കാലഘട്ടത്ത് എസ്പെഷ്യലി വിരുമാണ്ടി എന്ന് പറഞ്ഞ മൂവി ചെയ്തതിന് ശേഷമാണ് ഞാൻ വിട്ടുപോകുന്നത്. സോ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഒരു നല്ലൊരു അറ്റ്ലീസ്റ്റ് ഒരു പോസ് ബട്ടൺ, ഒരു ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഒരു കോമയെങ്കിലും ഇടാനായിട്ടുള്ളൊരു നല്ലൊരു മുഹൂർത്തം എന്ന് തോന്നി. പിന്നെ പഠിക്കണം എന്നുള്ളത് ഒരു പ്ലാൻ ബി, ഒരു ഡിഗ്രി എങ്കിലും വേണം. നമുക്ക് ഇതിപ്പോൾ ഇല്ലാതെ പോവുകയാണെങ്കിൽ നമുക്കൊരു ജോലി തേടി പോകണമെങ്കിൽ ഡിഗ്രി എങ്കിലും വേണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. US എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിലെ എല്ലാ കസിൻസും എല്ലാവരും പഠിച്ച അവിടെയാണ്, കുറെ ഫാമിലി അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് US കുഞ്ഞിലെ മുതൽ US അമേരിക്ക എന്ന് പറയുന്ന എന്നിട്ട് അവിടെ പഠിച്ചു, ഡിഗ്രി ചെയ്തു. അവിടെ തെണ്ടി തിരിഞ്ഞ് കുറേ റെസ്യൂമൊക്കെ അയച്ച് കുറേ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് ഫൈനലി തിരിച്ചു വരേണ്ടി വരുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ പെട്ടെന്നൊരു ജോലി കിട്ടി. എന്ത് ജോലിയായിരുന്നു? അവിടെ മാർക്കറ്റിംഗിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ആദ്യം വർക്ക് ചെയ്തിരുന്ന ഒരു ടോയ് കമ്പനിയിലാണ്, ടോയ് മാനുഫാക്ചറിങ് കമ്പനിയായിരുന്നു. നല്ല ജോബായിരുന്നു. ബിക്കോസ് കുറേ പാവ കുട്ടികളും എല്ലാം ഉണ്ട് കൂടെ കളിക്കാനായിട്ട്. അത് മാത്രമല്ല എന്ത് വിറ്റുപോകും എന്ത് വിറ്റുപോകില്ല എന്ന് മാർക്കറ്റ് റീസെർച്ച് ഒക്കെ ചെയ്യണം. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറേ പിള്ളേരെ കൊണ്ടുവന്ന് അവരെ ഇന്ററാക്ട് ചെയ്ത് അതിന്റെ റീസെർച്ച് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ലൊരു ജോലിയായിരുന്നു. അതൊരു 3-4 വർഷം ചെയ്തു. പിന്നെ ഒരു ടെക്നോളജി കമ്പനിയിൽ ഒരു 3 വർഷത്തോളം ജോലിയെടുത്തു. അതിന്റെ ഇടയ്ക്കാണ് ഈ വിശ്വരൂപത്തിന്റെ ഡബിങ്ങിന് വേണ്ടി ഇങ്ങോട്ട് വന്നത്. ദാറ്റ് വാസ് കൈൻഡ് ഓഫ് ദ ഫയർ. പിന്നെ നമ്മൾ ഇതിന്റെ ഇടയിലാണ് ഒരു വിഷയം സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. നമ്മുടെ കമൽഹാസൻ സാറിന്റെ വിരുമാണ്ടി, ആ സിനിമയെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു അഭിരാമി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ക്യാരക്ടർ ആ സിനിമയിലായിരിക്കും അല്ലെ?
അപ്പോ എന്തായിരുന്നു, എന്ത് ലക്ഷ്മിയായിരുന്നു? അന്നലക്ഷ്മി. അപ്പൊ ആ കഥാപാത്രത്തിനെ കുറിച്ച്, കമൽഹാസൻ എന്ന ഡയറക്ടറിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് പറയാനുള്ളത്? എനിക്ക് എപ്പോഴും കമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഒരു പ്രാവശ്യം നളദമയന്തി എന്ന് പറഞ്ഞ മൂവിയിൽ, ഇതൊക്കെ രാജ്കമൽ പ്രൊഡക്ഷൻസ് ആയിരുന്നു, സാറ് പ്രൊഡ്യൂസ് ചെയ്ത മൂവിയാണ്. അതിൽ എനിക്ക് ചെയ്യാൻ പറ്റാണ്ട് പോയി, എനിക്ക് വേറെ ഡേറ്റ്സ് ക്ലാഷ് വന്നുകൊണ്ട് ചെയ്യാൻ പറ്റാണ്ട് പോയി. അപ്പോൾ സാർ എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഐ വോണ്ട് ടു കാസ്റ്റ് യു എന്നൊക്കെ പറഞ്ഞ് സാറിൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ചിരുന്നു ഞാൻ. ആൻഡ് ദെൻ ഫൈനലി എന്തു പറ്റിയെന്ന് വെച്ചാൽ, അതിൽ മെയിൻ ലീഡ് ഹീറോ സംസാരിക്കുന്ന തമിഴ് ഭാഷ ഞാൻ സംസാരിക്കുന്ന ഭാഷയുടെ ആ ഒരു ചെറിയ പ്രത്യേക ഒരു സ്ലാങ് ഉണ്ട്. അപ്പം ഞാൻ ആ സാറിൻ്റെ കൂടെ ഒരു കൺസൾട്ടിങ് പോലെ ചെയ്തു. ആ സ്ക്രിപ്റ്റ് മുഴുവൻ സാർ എനിക്ക് വായിച്ച് കേൾപ്പിച്ചു. ഓരോ ദിവസം വൈകുന്നേരം ഒരു അരമണിക്കൂർ വെച്ച് സംസാരിച്ചിട്ട് അതിൻ്റെ സജഷൻസും കറക്ഷൻസും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതെല്ലാം സാർ ഇൻകോർപ്പറേറ്റ് ചെയ്തു. സോ അറ്റ്ലീസ്റ്റ് സം കപ്പാസിറ്റി ഐ വാസ് ഏബിൾ ടു വർക്ക്. അപ്പം നളദമയന്തിയുടെ ആ ക്രെഡിറ്റ്സിൽ നോക്കുകയാണെങ്കിൽ അഭിരാമി എന്നുള്ള പേര് വരും. സോ അങ്ങനെ ഫസ്റ്റ് അസോസിയേഷനായി. അത് കഴിഞ്ഞിട്ടാണ് വിരുമാണ്ടി എന്ന് പറഞ്ഞ മൂവിയിലേക്ക് എന്നെ ക്ഷണിക്കുന്നത്. ആൻഡ് ഐ വാസ് സോ ലക്കി ബിക്കോസ് കമൽ സാർ വാസ് നോട്ട് ഓൺലി മൈ കോ ആക്ടർ, പുള്ളി അതിൻ്റെ ഡയറക്ഷനും സാറിൻ്റെയാണ് ചെയ്തത്, സ്റ്റോറി സാറിൻ്റെയാണ്, പാട്ടിൻ്റെ ലിറിക്സ് എഴുതിയത് സാറാണ്, കുറേയധികം കൊറിയോഗ്രഫി ചെയ്തത് സാറാണ്. സോ പല 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 കപ്പാസിറ്റീസിൽ എനിക്ക് സാറിനെ കാണാൻ പറ്റി. ആൻഡ് ഐ എം എ ഹ്യൂജ് ഫാൻ. സോ ഒരു ഫാൻ ഗേൾ എന്നൊരു നിലയ്ക്ക് എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു പ്രൗഡ് മൊമെൻ്റ്.